മലിനീകരണ പ്രശ്നങ്ങളെ തുടർന്ന് 2014 അടച്ചിട്ട എറണാകുളം എടയാറിലെ ബിനാനി സിംഗ് വ്യവസായ സ്ഥാപനത്തിനെതിരെ ഇന്നും പരാതികളേറെയാണ്. രാസമാലിന്യങ്ങളടങ്ങിയ മണ്ണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി നിരവധി സ്ഥലങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനകളും അഴിമതിയുമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബിനാനി സിംഗ് വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ട് 12 വർഷം കഴിഞ്ഞു. എന്നാൽ ഇന്നും മലിനീകരണത്തിന് പരിഹാരമായിട്ടില്ല. തണ്ണീർത്തടങ്ങൾ നികത്താനും റോഡ് നിർമ്മാണത്തിനുമാണ് ഈ മണ്ണ് കൊണ്ടുപോകുന്നത്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും സസ്യജാലങ്ങളെയും ഇത് ഗുരുതരമായി ബാധിക്കുന്നു. ഒരു കമ്പനി പൂട്ടിയാൽ അതൊരു സമൂഹത്തിൻ്റെ ബാധ്യതയാകുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ആ സിങ്ക് ഉൽപ്പാദന ശേഷം അവശിഷ്ടം വന്ന, അതായത് 60-കൾ മുതൽ അവശിഷ്ടം വന്ന അതിൻ്റെ ഉപോൽപ്പന്നമായിട്ടുള്ള ജെറോസൈറ്റ്, അത് 7ഓളം പോണ്ടുകളിലായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ. മണ്ണിന്റെ സാമ്പിൾ പരിശോധിച്ചപ്പോൾ അപകടകരമായ തോതിൽ രാസമാലിന്യങ്ങൾ കണ്ടെത്തി. ലെഡ്, കാഡ്മിയം, സിങ്ക്, ആർസനിക് എന്നിവ അപകടകരമായ തോതിൽ ഈ മണ്ണിലുണ്ടെന്നാണ് കണ്ടെത്തിയത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനാസ്ഥയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റി നിർത്തി ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഈ കൊണ്ടുപോയിട്ട മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചെടുത്ത് കൊണ്ടുവന്ന് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നുമാണ്. 2014 ബിനാനി സിംഗ് കമ്പനി അടച്ചുപൂട്ടുന്നത്. ഇന്നും അതിന്റെ ദുരിതം ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാസമാലിന്യങ്ങൾ അടങ്ങിയ ഈ മണ്ണ് പല സ്ഥലങ്ങളിലേക്കായി ഈ കമ്പനിയിൽ നിന്നും കയറ്റി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്നത്. ഇത് പലതവണയായി നാട്ടുകാരും തടഞ്ഞിട്ടുണ്ട്. ഇനി കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം ആര്യ വിനോദ്, മീഡിയ 1, കൊച്ചി.